മതങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതെങ്ങനെയുണ്ടായി? എപ്പോൾ ഉണ്ടായി? ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമായി നിൽക്കുന്നത് മതമാണ്. മതത്തിൻ്റെ പേരിലല്ലാതെ ആരും കൊല്ലപ്പെടുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ എൻ്റെ മതം വലുത്, എൻ്റെ മതം വലുത് എന്ന് ഓരോരുത്തരും വാശി പിടിക്കുന്നു. എന്നാൽ സത്യം ഏതാണെന്ന് മനസ്സിലാക്കിയെങ്കിലും അങ്ങനെ ഒന്നുണ്ടോ എന്ന് ചിന്തിക്കാനും ആരും തയ്യാറാകുന്നില്ല. ചിന്തിച്ചു നോക്ക്. മതം സ്ഥാപിച്ചവർ അധികം കാലങ്ങളൊന്നും ആയിട്ടില്ല അവർ മതങ്ങൾ സ്ഥാപിച്ചിട്ട്. അവർ മതം സ്ഥാപിക്കുമ്പോൾ വേറെ മതം ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ അച്ഛനും അമ്മയും, ഈ മതം സ്ഥാപിച്ചവരുടെ അച്ഛനും അമ്മയും ആരാധിച്ചിരുന്ന ദൈവങ്ങൾ വേറെ ഉണ്ടായിരുന്നു. ആ ദൈവങ്ങളെ തള്ളിക്കളഞ്ഞിട്ടാണ് ഇവർ വക്രബുദ്ധി ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നും തലമുറകൾ മതങ്ങൾ കൈമാറുന്നത് എങ്ങനെ? അച്ഛനും അമ്മയും ഏത് മതത്തിലാണ് നിൽക്കുന്നത്, ആ മതവും ആ ദൈവവുമാണ് അവരുടേത്. വേറെ ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ തയ്യാറാകുന്നില്ല, വേറെ ഒന്നിനെക്കുറിച്ച് പഠിക്കുന്നുമില്ല. അച്ഛനും അമ്മയും ഏത് മതത്തിൽ ആശ്രയിക്കുന്നുവോ, ഏത് ദൈവത്തെ ആശ്രയിച്ചിരിക്കുന്നുവോ, ആ ദൈവത്തെയും ആ മതത്തെയും ഫോളോ ചെയ്യുന്നു, പിന്തുടരുന്നു. അങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നതല്ലടോ. ചിലർ ഇടയ്ക്ക് സത്യം മനസ്സിലാക്കുകയും അവർക്ക് വിശ്വാസം തോന്നുന്ന മറ്റൊരു മതത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. മതം സ്ഥാപിച്ചവർ വളരെയധികം ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. അവർ സ്ഥാപിച്ച മതം വേറെ ആരും ചോദ്യം ചെയ്യാതിരിക്കാനും അതിനെ നിലനിർത്താൻ വേണ്ടി പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ, ചിലർ മതം സ്ഥാപിച്ചിട്ട് അത് മതം നിന്നയാക്കി മാറ്റുന്നു. അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ അത് ശരിയല്ല, തെറ്റ് എന്ന് വിശദീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അയാളുടെ ബുദ്ധിയിൽ അയാൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് തെറ്റ്, അയാളെ കൊല്ലണം. അപ്പോൾ പിന്നെ ആരും ചോദിക്കില്ലല്ലോ. എന്ത് വക്രബുദ്ധിയാണ്? ഒരാൾ മതം സ്ഥാപിച്ചു. അയാൾ ജനിക്കുമ്പോൾ അയാളുടെ അച്ഛൻ്റെ അമ്മയുടെയും മതം അല്ല അയാൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് മനുഷ്യർ ജീവിച്ചിരുന്നു. ഈ മതങ്ങൾ സ്ഥാപിക്കുന്നതിന് മുന്നേയും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ മതങ്ങൾ സ്ഥാപിച്ചവർ ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ച ആളാണ്, ആണായാലും പെണ്ണായാലും. അവർക്ക് മുന്നേ മതങ്ങളുണ്ടായിരുന്നു. അവരുടെ പിതാക്കൾ ആരാധിച്ചിരുന്ന മതവും ദൈവവും ഉണ്ടായിരുന്നു. അതിനെ തട്ടിക്കളഞ്ഞിട്ട്, അതിനെ ഉപേക്ഷിച്ചിട്ട് ആണ് പുതിയ മതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പേ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തുടരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തെയും ആ മതത്തെയും കളഞ്ഞിട്ടാണ് പുതിയ മതം ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ കുറച്ചും കൂടി വിശാലമായി ആദ്യം ഇരുന്ന മതത്തിൻ്റെ സൃഷ്ടിയെ കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി വിശദമായി അവർ പുതിയ മതം ഉണ്ടാക്കിയവർ അവതരിപ്പിച്ചു. സത്യത്തിൽ ഈ മതങ്ങൾ സ്ഥാപിച്ചവരെല്ലാം കള്ളത്തരങ്ങളാണ് പറഞ്ഞത്. അവരെ ആരും ദൈവമായിട്ട് സംസാരിച്ചിട്ടുമില്ല, അവർക്കാർക്കും അതിനെക്കുറിച്ച് അറിയാനും പാടില്ല. എല്ലാം സങ്കല്പങ്ങളിലും ഭാവനകളിലും കൂടി അവർ ഓരോ മതങ്ങൾ സ്ഥാപിച്ചതാണ്. അത് നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കുക. മതങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്ക്. മതങ്ങളും ദൈവങ്ങളും ഉണ്ടായിട്ട്, പുതിയ മതങ്ങളും ദൈവങ്ങളും ഉണ്ടായിട്ട് ഒരു 10,000 വർഷങ്ങൾക്കകത്തേ ആയിട്ടുള്ളൂ. എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യനിവിടെയുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യനിവിടെയുണ്ട്. പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ട്, പ്രപഞ്ചം ഉണ്ടായിട്ട് എത്രയോ കോടി വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ കാലപ്പഴക്കം കൊണ്ടല്ലേ ഓരോ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, എണ്ണ തുടങ്ങിയ സകലതും. നിങ്ങൾ സയൻസ് പഠിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. സയൻസിൽ കൂടി നാം സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ന് പിന്നെ എന്തിനാണ് മതങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുന്നത്?
ചിന്താശക്തി നഷ്ടപ്പെട്ടു പോയോ? അവർ പറയുന്ന കള്ളത്തരങ്ങളെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നോ? ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പിന്നൊരു അവസരത്തിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കാം. ഓക്കെ, ബൈ.